തൃശൂർ ചൊവ്വൂരിൽ ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി അപകടം. 4 സ്ത്രീകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദൃശ്യങ്ങളിലേക്ക്. അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ്. അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ആൾക്കാരുടെ ദേഹത്തേക്ക് അത് ബസ് പാഞ്ഞു കയറുന്നത് നമുക്ക് കാണാം. മഴയുള്ള സമയമാണ്. എന്താണ് ഈ അപകടത്തിന് ഇടയാക്കിയത് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഡ്രൈവർക്ക് അതിൻ്റെ ബസ്സിന് നിയന്ത്രണം നഷ്ടമായതാണോ? അവിടെ ട്രാഫിക് പോലീസിനടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. സൂരജിലേക്കാണ്. സൂരജ്, ഞെട്ടിക്കുന്ന ദൃശ്യം തന്നെയാണിത്. കാരണം ഒരു ബസ് സ്റ്റോപ്പിനടുത്ത് ബസ് കത്ത് നിൽക്കുന്ന, ഒരു പക്ഷേ ആ ബസ്സിൽ കയറാൻ പോകുന്ന ആൾക്കാരാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നതാണ് ദുഃഖകരം. അവർ ഓടിമാറാൻ ശ്രമിച്ചെങ്കിലും അതിനോടകം തന്നെ ബസ് അവരുടെ ദേഹത്തേക്ക് പാഞ്ഞു കയറുന്ന സ്ഥിതിയാണ്. അതാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്ത്രീകളുടെ പരിക്ക്, എത്ര പേർക്കാണ് പരിക്കേറ്റത്? അവരുടെ പരിക്ക് എന്താണ്? ഗുരുതരമാണോ? മറ്റെന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, ഭീതിപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. കാരണം ഈ ബസ് കാത്തു നിൽക്കുന്നതിനിടയിൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ ബസ് ഇവർക്കിടയിലേക്ക് പാഞ്ഞു കയറുന്നത്. അവർക്കൊന്ന് ഓടി മാറാൻ പോലും സമയം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഈ ചൊവ്വന്നൂരിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്നു ഈ ബസ് എന്നുള്ളതാണ് പറയുന്നത്. ഈ ബസ് സ്റ്റോപ്പിലേക്ക് ഞൊടിയിടയിൽ ഇടിച്ചു കയറുകയായിരുന്നു. 3 സ്ത്രീകൾക്കാണ് പരിക്കേറ്റത്. അതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നവർ. ഈ പരിക്കേറ്റ 3 പേരെയും കുറുക്കഞ്ചേരിയിലെ എലൈറ്റ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ മാത്രം പരിക്ക് ഗുരുതരം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നവരും. ചൊവ്വൂർ അഞ്ചാങ്കല്ല് പോലീസ് ട്രാഫിക് പഞ്ചിംഗ് ബൂത്തിന് സമീപമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിന് തൊട്ടു പിന്നാലെ ജീവനക്കാർ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് പിന്നീട് ഈ രക്ഷാപ്രവർത്തനം നടത്തി ആംബുലൻസ് അടക്കം എത്തിച്ച് ഇവരെ മാറ്റുകയും ചെയ്ത്. ഇതിൽ ഒരാളുടെ നില മാത്രമാണ് ഗുരുതരം. ബാക്കി 2 പേരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും. എന്തായാലും വലിയ ഞെട്ടിക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പ്രജിത്, അത് ദൃശ്യങ്ങൾ വ്യക്തമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെടാൻ ഇടയാക്കിയത് എന്നത് മനസ്സിലാവുന്നില്ല. മഴയുള്ള സമയമാണ്, റോഡിലൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഡ്രൈവർക്ക് എന്താണ് സംഭവിച്ചത്? അവിടെ ബസ്സിൻ്റെ പ്രശ്നമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും 3 പേർക്കാണ് പരിക്കേറ്റതിൽ ഒരാളുടെ നില ഗുരുതരം എന്ന വാർത്തയാണ് ഇപ്പോൾ സൂരജ് സജി പങ്കുവച്ചത്.